CPM എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മകൾക്കെതിരെയായ ആരോപണത്തിൽ മൗനം പാലിച്ചെന്നും കോടിയേരി കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. അതേസമയം മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങളുമായി. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനും പത്തനംതിട്ടയിൽ നിന്നും CG ഉമേഷും ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷ്, CPM എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏത് തരത്തിലാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം? സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചേർന്ന പ്രത്യേക യോഗത്തിലാണ്, ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും വലിയ വിമർശനങ്ങൾ തന്നെയായിരുന്നു ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം 30ഓളം അംഗങ്ങൾ പങ്കെടുത്തതിൽ ഭൂരിഭാഗം പേരും വ്യക്തമാക്കി. മാത്രമല്ല, മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മറുപടി പറയാൻ പോലും തയ്യാറാകാത്തതിനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ചോദ്യം ചെയ്തത്. കാരണം സമാനമായ സാഹചര്യത്തിലൂടെ CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കടന്നുപോയ ഘട്ടത്തിൽ അദ്ദേഹം അത് നിഷേധിക്കാൻ തയ്യാറായി. തന്റെ മക്കൾക്കെതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ അത് പാർട്ടിയുമായി ബന്ധമില്ല എന്ന കാര്യം വ്യക്തമാക്കാനും കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിരുന്നു. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി മറുപടി പോലും പറയാതെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തോടുള്ള ശൈലിയെയും രൂക്ഷമായി തന്നെ വിമർശിച്ചു. മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തെയും വലിയ തോതിൽ തന്നെ വിമർശിച്ചു. മാത്രമല്ല, സഭാ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് എതിരെ നടത്തിയ പരാമർശങ്ങൾ അതും തിരിച്ചടിയായി എന്ന ഒരു കാര്യം തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലുള്ള വീഴ്ച, ഭരണവിരുദ്ധ വികാരം എന്നിവ CPM-ന് LDF-ന്റെ വലിയ തോതിലുള്ള തകർച്ചയ്ക്കും പരാജയത്തിനും കാരണമായി എന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉമേഷ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ഇരുതരത്തിലായിരുന്നു വിമർശനം ശക്തമായത്. സുരേഷ്, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, അത് ജനം നിരാകരിക്കും, തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചത് അതാണ് എന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനം അതാണ്. ഈ പെരുമാറ്റ രീതി മാറ്റിയേ മതിയാകും, മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറ്റുന്നതല്ല എന്ന രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് തലയടിച്ചു, എന്നാൽ അത് തിരിച്ചറിയാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞില്ല. പത്തനംതിട്ടയിൽ 30,000-ലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ചോർന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരുന്നതല്ല എന്ന ഒരു വിമർശനമാണ് പ്രധാനമായും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. ഐസക്കെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ കൂടി പ്രവർത്തിച്ചു എന്ന ചില വെളിപ്പെടുത്തൽ കൂടി ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് CPM-ന്റെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിരുന്നു തോമസ് ഐസക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ പോലും ജില്ലാ നേതാക്കന്മാരുടെ പുച്ഛമാണ്. പാർട്ടി കത്ത് നൽകിയാൽ പോലും കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല. ഇത് തുടർച്ചയായി 2ാം ദിവസവുമാണ് മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയും ഒക്കെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും അതിരൂക്ഷ വിമർശനം ഉയരുന്നത്. KP ശരി, CG ഉമേഷാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.